12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തി. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NGO അസോസിയേഷൻ നിയമസഭയിലേക്കും ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തി. 12ാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ട നടപടി ഉടൻ ആരംഭിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, മെഡിസെപ് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗസ്ഥർ ശയന പ്രദക്ഷിണം നടത്തി. പ്രതിഷേധ പരിപാടി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ നിങ്ങളെ കൊണ്ട് ശയന പ്രതിഷ്ഠ നടത്തിക്കുകയല്ല വേണ്ടത്, മുഖ്യമന്ത്രിയെ കൊണ്ട് ശയന പ്രതിഷ്ഠ നടത്തിക്കുകയാണ് വേണ്ടത്. ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനെ അടിയന്തരമായി നിയോഗിക്കാൻ എന്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നത് ഇതുവരെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നില്ല. നിയമസഭയിലേക്ക് NGO അസോസിയേഷൻ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷനും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.